ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പൊട്ടിപ്പോയ യൂട്യൂബ് ചാനലിലെ ഒരുപാട് കാലങ്ങൾക്കും ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. യൂട്യൂബ് ചാനൽ അടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ വിട്ടുകൊണ്ട് അതല്ല ഉദ്ദേശം ഈ വീഡിയോയുടെ. ഇത് ആക്ച്വലി സത്യം പറഞ്ഞൊരു കുരു പൊട്ടിയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തത് കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഷോ ആയതുകൊണ്ട് ഈ വർഷവും ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ എപ്പിസോഡ് വിടാതെ ലൈവിലൊന്നും കാണുന്നില്ലെങ്കിലും എല്ലാ ദിവസവും പ്ലസും മെയിൻ എപ്പിസോഡും ഞാൻ കാണാറുണ്ട്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഞാനൊരു റിവ്യൂ കാണും. അത് JBA TVയുടെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ബിഗ് ബോസ് മുതലേ ഈ വ്യക്തിനെ ഫോളോ ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക, സോഷ്യലി നടക്കുന്ന ഇഷ്യൂസ് എല്ലാം പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്ത് കാണാറുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളിയുടെ മറ്റു വീഡിയോസൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ബിഗ് ബോസിൻ്റെ റിവ്യൂസ് എല്ലാം എപ്പിസോഡ് കാണുന്ന പോലെ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതായത് ഇറ്റ്സ് ലൈക്ക് എ പാറ്റേൺ. നമ്മൾ ബിഗ് ബോസ് മെയിൻ എപ്പിസോഡ് കാണുന്നു, പ്ലസ് കാണുന്നു, JBയുടെ റിവ്യൂ കാണുന്നു. ഇനി പകലെങ്ങാനും സമയമുണ്ടെങ്കിൽ ലൈവ് അപ്ഡേറ്റ്സ് ഇട്ടേക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം അത്രയും ഫോളോ ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബർ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് നാളായിട്ട് ഞാനിത് ചേഞ്ച് ആകാം. കാരണം ഇങ്ങനെ ഒരു ഷോയിൽ ഇപ്പോൾ കയറിയിട്ട് JB എന്നാണ് ആളുടെ പേരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. JB എന്ന് വിളിക്കാമല്ലോ അല്ലേ. സോ JBയുടെ അഭിപ്രായത്തിനോട് ഞാൻ കയറിയിട്ട് ചോദ്യം ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ഹാർഡ് കോർ നല്ലൊരു സബ്സ്ക്രൈബർ എന്ന രീതിക്ക് പറയുന്നതാണ്. ഒരൊറ്റ നിരീക്ഷണം എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് ഞങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് വളരെയധികം കല്ല് കടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാണ്. അതിനു മുമ്പ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ വിരലെണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സിൽ ഒരാളായ വിരലെണ്ണാവുന്നതല്ല എന്നാലും ഫോളോ ചെയ്യുന്ന എല്ലാ വീഡിയോസൊക്കെ കാണാറുള്ള സബ്സ്ക്രൈബേഴ്സ് നീനു പോളിയുടെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ കംബാക്ക് അടുത്തും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു നീനു പോളി. പറയാനുള്ളത് ജാസ്മിൻ ഗബ്രി ഇഷ്യൂ തന്നെയാണ്. അതായത് ഈ ഒരു ഷോയുടെ തുടക്കം തൊട്ടേ ഞാൻ കാണുന്നില്ല JBയുടെ ഒബ്സർവേഷൻ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ശരിയാണെന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ആ റിവ്യൂ കൂടി അവരുടെ ദാറ്റ് വാസ് ടു മച്ച്. എല്ലാവരും ഇതിനെ വേറെ രീതി കാണുന്നു. ആ ഒരു മാസ് എല്ലാവരും കൂടി, അതായത് സമൂഹം എല്ലാവരും കൂടി കാണിക്കുന്ന ഒരു എല്ലാവർക്കും തെറ്റിയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന ഇതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ എന്ന് JB ചിന്തിക്കേണ്ടതാണ്. ഞാൻ അറിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പുള്ളി കാര്യങ്ങൾ വിലയിരുത്തുന്നത് കണ്ടാൽ തന്നെ മാറി ചിന്തിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ കരുതിയത്. ഞാൻ കാണുന്നത് ജാസ്മിൻ ഗബ്രിയുടെ ഷിഫ്റ്റൊന്നും ഒരു ഗെയിം ഷിഫ്റ്റും നടന്നിട്ടില്ല ഇന്നലത്തെ എപ്പിസോഡിൽ. അപ്പോൾ JB പറയുന്നത് ഇനിയാണ് നമ്മൾ ജാസ്മിൻ്റെ കളി കാണാൻ പോകുന്നതെന്നാണ്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജാസ്മിൻ ഏറ്റവും കയ്യിൽ നിന്ന് പോയി പൊളിഞ്ഞിരിക്കുന്നതാണ് നമ്മളിനി കാണാൻ പോകുന്നതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 100% ഉറപ്പോടുകൂടി അത് പറയാനായിട്ട് 100% ഇസ് ടു മച്ച്. എന്നാലും എനിക്ക് ഫുൾ കൺവിക്ഷൻ ഉണ്ട്. ഇതുവരെ കണ്ട എപ്പിസോഡ് വെച്ചിട്ട് ഇനി വലിയ അത്ഭുതങ്ങളൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ ജാസ്മിൻ എന്ന മികച്ച പ്ലെയറെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ജാസ്മിൻ്റെ ഗെയിം ഷിഫ്റ്റോ അല്ലെങ്കിൽ അതൊന്നുമല്ല നമ്മൾ കാണുന്നത്. നിസ്സഹായാവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല. തകർന്ന് തരിപ്പണമായി. ജാസ്മിൻ ആകെ പിടിക്കാനുള്ള ഒരു പിടിവള്ളി ആയിരുന്നു ഗബ്രി എന്നുള്ളത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ പറയുമായിരുന്നു ഗബ്രി ജാസ്മിൻ്റെ പുറകെ നടന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ആ വൈൽഡ് കാർഡ് എൻട്രിക്ക് തൊട്ട് മുമ്പും വൈൽഡ് കാർഡ് എൻട്രിയുടെ വന്ന് ഇവരൊക്കെ ആ ഒരു ധാരണ ഏകദേശം പുറത്ത് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഇല്ല എന്ന സത്യം അവർ തിരിച്ചറിയുന്നത് വരെയും ഗബ്രി ജാസ്മിൻ്റെ പുറകെയും മണപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊരു അല്പം ഒരു പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് പോയി എന്നുള്ളത് ഞാൻ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കാം. കാരണം ഗബ്രിയുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഗബ്രിക്ക് ഒരു കട്ട ക്രിഞ്ചായിരുന്നെങ്കിലും ഗബ്രിക്ക് ഒരു ഇത്തിരി അങ്ങോട്ടേക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും സമയത്തിനിടയ്ക്ക് ഒരു സമയത്ത് പോലും ജാസ്മിൻ ഗബ്രിനോട് താല്പര്യം തോന്നി എന്ന് JB പറയുന്നതിനോട് കംപ്ലീറ്റ്ലി എനിക്കെതിരാണ്. ഞാൻ JB എന്ന് പറയുന്നത് ഈ ഒരു അഭിപ്രായം ഉള്ളവരെ മൊത്തത്തിലാണ് കേട്ടോ. അത് വേറെ തോന്നുന്നില്ല. ഞാൻ ആസ് എ ജെന്യുവിൻ സബ്സ്ക്രൈബറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനോട് കംപ്ലീറ്റ്ലി എതിർപ്പുള്ളൊരു കാര്യമാണ്. ജാസ്മിൻ ഇതുവരെയും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്കും ഗബ്രിനോട് പ്രത്യേകിച്ചാണ് ഭയങ്കര പ്രേമൊന്നും ജാസ്മിൻ തോന്നിയിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജാസ്മിൻ ഗെയിം മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കാണണമെങ്കിൽ ഒരു അകത്തൊക്കെ ഒരു ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ജിൻഡോ പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. കാരണം ജിൻഡോ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ പുറത്ത് വെച്ചിട്ടുള്ള വീഡിയോ, മറ്റേ ജാസ്മിൻ, ഗബ്രി, നോറ ആൻഡ് റസ്മിൻ ഇവരെല്ലാവരും ഒരുമിച്ച് കളിക്കണമെന്ന് പ്ലാൻ ചെയ്ത് വരുന്നു. ഇവരൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അത് ചെയ്യാതിരിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ആ കോൺടെസ്റ്റ് നമുക്ക് വളരെ പ്രധാനമാണ്. കാരണം അകത്ത് വരുമ്പോൾ നമുക്ക് കാണാം ഇവർ 4 പേര് ആദ്യം ഒരുമിച്ച് നിൽക്കുന്നതും പിന്നീട് നോറ സീനാക്കി പുറത്തോട്ട് പോകുന്നതും. ജിൻഡോ ഈ ക്ലൂ നമുക്ക് ഇട്ട് തരുന്നു. ഇതും പോരാതെ നോറ ഇടയ്ക്ക് കൃത്യമായി പറഞ്ഞു നീ എന്തിനാ എൻ്റെ നമ്പർ ചോദിച്ചു എന്നൊക്കെ പറയുന്നത് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ഓർമ്മയിൽ നിന്ന് എടുത്ത് മാത്രം പറയുന്നതാണ്. എന്നാൽ എൻ്റെ ഒരു അകത്തൊക്കെ എനിക്ക് തോന്നിയത് ആസ് എ സബ്സ്ക്രൈബർ അങ്ങോട്ട് പറയുന്നതാണ് എന്ന് കണ്ടാൽ മാത്രം മതി. അപ്പോൾ നോറ പുറത്തു പോകുന്നു. നോറ അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട് എന്തിനാണ് എനിക്ക് നീ എൻ്റെ നമ്പർ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നോറ പെട്ടെന്ന് അങ്ങോട്ട് ഇടയ്ക്ക് മാറ്റി കളിക്കും. നമ്മൾ നേരിട്ട് കണ്ടാണ്, നമ്മൾ കാണിച്ചതാണ്.
അതിനുശേഷം ഇവരുടെ അടുത്ത് ഒട്ടി നിൽക്കുന്ന ഒരേ ഒരാൾ റസ്മിനാണ്. അതായത് 3 പേരുടെ ഒരു ഗ്യാങ്. ഇതിൽ റസ്മിന് വലിയ ഗെയിമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. റസ്മിന്റെ ഏക ഗെയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിപ്ലോമസി. അത് പോയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക, അത് ഒരു തരത്തിലും വർക്കാവില്ല. വൈൽഡ് കാർഡ്സിന്റെ അടുത്ത് വന്നപ്പോൾ സിബിൻ ആൻഡ് ടീംസിനോടൊക്കെ അല്ലെങ്കിൽ ജിൻഡോ കയറി ഉടക്കി അവിടെ തീർന്നു. അല്ലാണ്ട് റസ്മിന് തല വെക്കാനായിട്ട് എവിടെയെങ്കിലും ഇടം കിട്ടിക്കഴിഞ്ഞാൽ റസ്മിൻ അവിടെ നിന്ന് 2 സൈഡിനെ സൂചിപ്പിച്ച് നോറയുടെ അടുത്ത് വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുന്നത് വലിയ ആത്മാർത്ഥ്യമൊന്നും ഇല്ല എന്നുള്ളത് തുടക്കം തൊട്ട് വളരെ ക്ലിയർ ആണ്. റസ്മിൻ എന്തുകൊണ്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും മുന്നിൽ നിൽക്കുന്നു പറഞ്ഞാൽ അവരെ പ്രതാപകാലം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇവർ വരുന്നതിന് മുമ്പുള്ളത്. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചിട്ടുള്ള ഈ എഗ്രിമെന്റ് സെക്കൻഡ് നിന്നത് ഉള്ളിൽ വെച്ചിട്ട് അവർ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ട് അവരത് പ്ലാൻ ചെയ്തു. ഓക്കെ, നമുക്ക് ലവ് ട്രാക്ക് പിടിക്കാം. അവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം അവർക്ക് മനസ്സിലായി നല്ല വായലാക്കി ഗബ്രിക്കും ഉണ്ട് ജാസ്മിനും ഉണ്ട്. അവരവിടെ ഒന്നിച്ചു നല്ല സ്ട്രോങ് കളി കളിച്ചു. ആൻഡ് ആ പ്രതാപകാലം കണ്ടുകൊണ്ട് കൂടിയതാണ് റസ്മിൻ. അല്ലെങ്കിൽ അവർ ഓൾറെഡി കൂടെ വന്നിരുന്നു. ഇന്നും റസ്മിൻ അറിയാൻ കണ്ടന്റ് വരെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞാൽ ഞാൻ പിക്ചറിലുണ്ടല്ലോ, ഞാനിവിടെ ഒരു വൃത്തികേടും കാണിക്കുന്നില്ല, ഞാൻ നന്മപരമായിട്ടുള്ള ഓടുന്നതെന്നുള്ളതാണ് റസ്മിന്റെ ഗെയിം. അത് കയ്യിൽ നിന്ന് പോകുന്നുള്ളത് നമുക്ക് വോട്ട്സ് കണ്ടാൽ തന്നെ വളരെ ക്ലിയർ ആണ്. പക്ഷെ ഇവരുടെ ആ ഒരു എവല്യൂഷൻ, ഈ റിലേഷൻഷിപ്പിന്റെ ഒരു എവല്യൂഷൻ ഇതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം ഇവരുടെ പട്ടി ഷോ നമ്മൾ കണ്ടാണ്. കാരണം ആർക്കൊന്നും ചെയ്യാനില്ല. ഇവർ രണ്ടുപേരും ഇരുന്ന് കുറുകിയാലും കാണിച്ചാൽ അത് മൊത്തം അഭിനയായിരുന്നു. അത് എങ്ങനെയാണ് ഒരു റൊമാൻസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റണതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് വളരെ കട്ട ക്രിഞ്ചുമാണ്. ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോകുന്നത് കാണാൻ ഓവർ ആക്ടിങ്. ഇന്നലത്തെ എപ്പിസോഡിൽ ഇപ്പൊ നമ്മൾ കണ്ട നട്ടി മയൂരിയുടെ പ്രകടനം പല സ്ഥലങ്ങളായിട്ട് കയ്യിൽ നിന്ന് പോയി നമ്മൾ തന്നെ കണ്ടിട്ടല്ലോ. എത്ര പേരെടുത്തിട്ട് വീഡിയോ എടുത്ത് പൂശിയിട്ടുണ്ട് എന്താ ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞിട്ട്. ഇതേ എക്സ്പ്രഷൻസ്, ഇതേ സാധനം. അവളുടെ അഭിനയം കയ്യിൽ നിന്ന് ഇടയ്ക്ക് പോകുമ്പോൾ ആ ഓവർ ആക്ടിങ് അതേപോലെ പുറത്തോട്ട് എടുത്ത് ചാടുന്നുണ്ട്. ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഈ പുക വെച്ചിട്ട് ഇവർ കുറെ കാലം അങ്ങോട്ടേക്ക് റൂൾ ചെയ്തു. ഞങ്ങൾ തമ്മിൽ പ്രേമമുണ്ടോ ഇങ്ങനെ കിടന്നുകൊണ്ട് കളിച്ച് നമുക്കും പൊട്ടനടിച്ച്. ആ സമയത്ത് ഇവരുടെ ഉള്ളിൽ വിചാരം എന്തോന്നാണ്, ജാസ്മിനും ഗബ്രിയും വിചാരിക്കുന്നത് ഞങ്ങളാണ് സെറ്റ്, ഇതിലൊന്നും പറയാനില്ല, ഞങ്ങളുടെ മീതെ ഇനി ഇവിടെ ഉത്തരം വരാനില്ല, ഞങ്ങൾ പറയുന്നതാണ് ഇവിടെ, നീയൊക്കെ അവിടെ നിന്ന് എന്ത് കാണിച്ച് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള പട്ടിപ്പുച്ചടിച്ച് അവർ ജീവിക്കുന്ന സമയത്താണ് വൈൽഡ് കാർഡ്സ് എൻട്രി. വൈൽഡ് കാർഡ്സ് എൻട്രിയിൽ കാരണം ബിഗ് ബോസ് ഇടയ്ക്കിട്ട് കുത്താൻ നോക്കുന്ന സമയത്ത് പോലും എന്താണ് വലിയ വ്യത്യാസമൊന്നും വരുത്താനായിട്ട്. കാരണം ഇവരുടെ വിചാരം ഇവർ പൊളിയാണ്. കാരണം ഇവർ നോക്കുമ്പോൾ എന്താ ഇവിടെ അവർ അജയ്യരാണ്. പിന്നെ പുറത്ത് സമൂഹത്തിൽ എന്താ പറയുക സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് ലവ് ട്രാക്കിന്റെ ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൊളിയാണെന്ന് അവർ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് മാറ്റം വരുന്നത് വൈൽഡ് കാർഡ്സിന്റെ എൻട്രിയിലാണ്. വൈൽഡ് കാർഡ്സ് വന്നവിടെ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. സിബിനെ പോലെ സിബിന്റെ കയ്യിൽ നിന്ന് പോയത് വിട്ടേരെ. അത് മറ്റൊരു ഒബ്സർവേഷണൽ ഡിഫറൻസ് ആണ്. മേ ബി ഇത് കട്ട ക്രിഞ്ചല്ലാത്ത ഒരു എന്താ പറയുക വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ ചിലപ്പോൾ അതും പോസ്റ്റ് ചെയ്യും. കാരണം സിബിന്റെ കാര്യത്തിലും എനിക്ക് JBയുടെ ഒബ്സർവേഷനോട് കുറച്ച് എതിരഭിപ്രായങ്ങളുണ്ട്. ബാക്കി എല്ലാത്തിനും സ്ട്രൈറ്റ് നേരെ അഭിപ്രായം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്യുന്നതിനെ കംപ്ലീറ്റ് അംഗീകരിക്കുന്നു. 2 കാര്യങ്ങൾ എനിക്ക് ഒട്ടും ദഹിക്കാണ്ടായി. ഇത്രയും കാലം ഞാൻ അതിനൊരു ചേഞ്ച് പ്രതീക്ഷിക്കുന്നത് ആവാതായതുകൊണ്ടാണ്. ഓക്കെ, പറഞ്ഞു സിബിന്റെ എൻട്രിയോട് കൂടിയിട്ട് എല്ലാം പൊളിച്ചു. ഈ ധാരണകൾ മൊത്തം അങ്ങോട്ട് തെറ്റി, സകലതും തീർന്നു. അത് തീർന്ന സമയത്ത് നമ്മൾ കണ്ടാൽ പിന്നെ ഇവർ കിടന്നുകൊണ്ട് എന്താ നടക്കണേന്നൊരു ധാരണയില്ലാണ്ട് തേരാ പരന്ന് ഈ ത്രൂ ഔട്ട് സമയം, അതായത് ആ സിബിൻ വൈൽഡ് കാർഡ് എൻട്രിക്ക് മുമ്പും വൈൽഡ് കാർഡ് എൻട്രിയിൽ നിന്ന് ആ റിയാലിറ്റി ഇവർ മനസ്സിലാക്കുന്ന ആ ഗ്യാപ്പിലാണ് ഗബ്രി ഒന്ന് കയ്യിൽ നിന്ന് പോയത് അവിടെയാണ് എനിക്ക് തോന്നിയത്. ആ സമയത്ത് ജാസ്മിൻ ഇത് വലിയ മാരണമായല്ലോ എന്നുള്ളത് ആ സമയത്ത് ഞാൻ അറിയാം. അപ്പോഴുണ്ടായിരുന്നു ആ ഇവർ വന്ന് റിയാലിറ്റി തിരിച്ചറിഞ്ഞ അപ്പോൾ ജാസ്മിനുള്ള ചാൻസ് ആയിരുന്നു അത് ഗബ്രിനെ ഡംപ് ചെയ്യാന്നുള്ളത്. ജാസ്മിൻ അപ്പം പുറത്ത് കിടക്കായിരുന്നു. കാരണം ജാസ്മിൻ അടിപൊളിയായിട്ട് കളിക്കുന്നു. ജാസ്മിൻ ഇതുവരെയും ലവ് ട്രാക്ക് സമ്മതിച്ചിട്ടില്ല. ഗബ്രിയാണെങ്കിൽ അളിഞ്ഞ് ചീഞ്ഞ് പുറകെ കിടക്കുന്നു. ആ സീനിൽ ജാസ്മിന് വേണമെങ്കിൽ ഗബ്രിനെ തട്ടിക്കൊണ്ട് ഒഴിവാക്കായിരുന്നു. അത് ചെയ്യുന്നതിന് മുമ്പേ ബിഗ് ബോസ് എടുത്തിട്ട് അടുത്ത പതക്കം കൊടുത്തു ജാസ്മിൻ, നീ പൊളിയാടിയെന്നും പറഞ്ഞുകൊണ്ട് 2 പേര് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാണ് ജാസ്മിനെ മൂപ്പിച്ച് ബിഗ് ബോസ് അവിടെ നിർത്തിയത്. ജാസ്മിൻ പുറത്തു പോകണമെന്നുള്ളത് ഒരിക്കലും BB ആഗ്രഹിക്കുന്നില്ല. അല്ലെ പിന്നെ ഇത്ര അടി അടിച്ചിട്ട് അവൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ, പുറത്ത് എന്താ നടക്കണേന്ന് അറിയാണ്ട്. ബട്ട് സായി വന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു, സിബിനും മറ്റും വന്നുകൊണ്ട് പറയുന്നു, എല്ലാവരും എടുത്തിട്ട് അടിക്കുന്നു. ഇത്രയും കണ്ടുകൊണ്ട് ജാസ്മിനും മനസ്സിലായി പുറത്തെ ഇമേജ്, ജാസ്മിനും ഗബ്രിക്കും മനസ്സിലായി പുറത്തെ ഇമേജ് പോയി എന്നുള്ളത്. പിന്നെ എങ്ങനെയെങ്കിലും ഇമേജ് രക്ഷിക്കാനായിട്ട് പുറത്ത് പോകണമെന്നും അതും ഇതും പറഞ്ഞ അവസാനം എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാനുള്ള അറ്റം പിടിച്ചു നോക്കിയതാണ്. അവിടെ സീൻ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയപ്പോഴാണ് ഈ ഫുൾ മാറ്റം വരുന്നത്. ലവ് ട്രാക്ക് ഇപ്പോൾ JB പറഞ്ഞ ആ ചേഞ്ച് ഒരു ഷിഫ്റ്റ് കണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ആദ്യത്തെ ഷിഫ്റ്റ് കാണുന്നത്. ആ സൈക്കോളജി പോയി കണ്ടപ്പോൾ ഒബ്വിയസ്ലി ഒരു സൈക്കോളജിസ്റ്റിനെ ചിന്തിക്കേണ്ട എന്താണ്, അവരുടെ മെന്റൽ ഹെൽത്താണ് ആ പുള്ളിക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ പോയിട്ട് അവർ തകർന്ന കാര്യം കഥയൊന്നും അല്ലിക്കിന്റെ പറയാൻ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്ത് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ ഇത്രയും വീർപ്പ് മുട്ടൽ ഇത്രയും പ്രശ്നം കാര്യങ്ങളും ഇല്ല. ദേ വിൽ കവർ ഇറ്റ്, ഓഫ് കോഴ്സ് ദേ വിൽ കവർ ഇറ്റ്.
ലോകത്താരും കിട്ടാത്ത കാര്യമില്ല. പക്ഷെ ഇതെല്ലാം കൂടി എടുത്തിട്ടിട്ട് ഒരു വീടിന്റെ അകത്തിട്ട് ഇതേപോലെ മെന്റൽ ഗെയിമും കളിച്ച് ലാലേട്ടന്റെ ചെവിയിൽ മയക്കും വെച്ചു കൊടുത്തുകൊണ്ട് ബിഗ് ബോസും ഒരു കൂട്ടം സൈക്കോളജിസ്റ്റ് തന്നെ പുറകിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. യുവമാരെല്ലാവരും കൂടിയിട്ട് പമ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവള് വാ തുറക്കാൻ പോകുന്നില്ല, ലാലേട്ട മിണ്ടിക്കണ്ടെന്ന് പറയുമ്പോൾ ലാലേട്ട ഒറ്റയടിക്ക് സ്പോട്ടിൽ നിർത്തിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമുണ്ടാണ്. പക്ഷെ എന്നിട്ടും എഴുന്നേറ്റ് നിൽക്കുന്ന ജാസ്മിനെ ബിഗ് ബോസ് ഒരിക്കലും കളയത്തില്ല. രണ്ടുപേരടുത്തും പറഞ്ഞു നിങ്ങളുടെ ജാങ്കോ കളിയാണ്. പറഞ്ഞു എന്നല്ല, പറയാതെ പറഞ്ഞു. അവിടെ തിരിച്ചു വരുമ്പോൾ ദേ അണ്ടർസ്റ്റുഡ് അവരുടെ ലവ് ട്രാക്കാണ് മുന്നോട്ട് കൊണ്ട്. അവിടെ ജാസ്മിന്റെ പുറത്ത് കിടക്കാനുള്ള ചാൻസ് കഴിഞ്ഞു. ഞാൻ ഈ ഗെയിമിന് അങ്ങനെയാണ് കണ്ടത്. ജാസ്മിൻ അവിടെ തീർന്നു. ജാസ്മിൻ തിരിച്ചു വന്നുകൊണ്ട് ഉടനെ ഐ ലവ് യു ഗബ്രി സീൻ അങ്ങ് വിട്ടു. അതുവരെ ജാസ്മിൻ അത് ഇറക്കിയിട്ടില്ല. ഗബ്രി വിട്ടു. നമ്മളാരും പൊട്ടന്മാരല്ലല്ലോ, കണ്ടറിയാ അഭിനയാന്നുള്ളത്. രണ്ടുപേരും കിടന്നങ്ങോട്ട് ആറാടി. ഇനി മുതൽ ഞങ്ങൾ ലവിലാണെന്നുള്ള കൺവിക്ഷൻ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ഫേസാണ് പിന്നെ കുറച്ചാൾ നമ്മൾ കണ്ടത്. എന്താണ് അതിന്റെ ക്രിഞ്ചു അടിച്ചുകൊണ്ട് എന്നിട്ട് പട്ടി വിലയായി എല്ലാം സീനായി. വീട്ടിൽ നിന്നുള്ള സീൻ വന്നപ്പോൾ ഗബ്രി അങ്ങ് മറിഞ്ഞു. അടുത്ത ചേഞ്ച് അവിടെയാണ് സംഭവിച്ചത്. ഗബ്രി മറ്റേ എല്ലാവരും വീട്ടിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞോടിയിട്ട് ഏകദേശം ജാസ്മിൻ അതിനോടൊക്കെ മനസ്സിലായി തുടങ്ങി. ഇനിയിപ്പോൾ ഏക ഗെയിം ഉള്ളത് ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റേ പുറത്തുള്ളവൻ പോയി. ഇനി ജാസ്മിനുള്ള ഗെയിം ഗബ്രിയായിട്ട് നിന്ന് എങ്ങനെയെങ്കിലും ഈ കപ്പടിച്ചിട്ട് ഗബ്രിയായിട്ടുള്ള ജീവിതം ഒന്നും ജാസ്മിൻ കാണുന്നു ഞാൻ പറയുന്നില്ല. ജാസ്മിൻ ആകെയുള്ളത് അതാണ് ഒരു ചാൻസ്. ഇനി ആ ലവ് ട്രാക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഗബ്രി പേടിച്ചു. നല്ല പേടി ഗബ്രി പേടിച്ചു. വീട്ടിൽ നിന്നാ പറഞ്ഞ അവിടെ ഗബ്രി അതുവരെയും വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ അവിടുത്തെ ഏറ്റവും പൊളിയാണെന്ന് എഴുതിക്കൊണ്ടിരുന്ന ഗബ്രിയുടെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഗബ്രി വിറച്ചു. ഗബ്രി ഊരാൻ നോക്കാൻ തുടങ്ങി. അതിന്റെ ഏകദേശം ഓരോ ലെവൽ കഴിയുന്നതോറും ഗബ്രിക്ക് മനസ്സിലായി ഇത് ഒരു രക്ഷയില്ല എന്നുള്ളത്. എന്നാൽ ഇവർക്ക് രണ്ടുപേരും കംപ്ലീറ്റ്ലി വിട്ടുകളയാൻ പറ്റത്തില്ല. അത് പ്രേമവും മണ്ണാങ്കട്ടയും കൊണ്ടൊന്നുമില്ല, പേടിച്ചിട്ടാണ്. ആ പേടിയാണ് ഇവർ പുറത്തുനിന്നുണ്ടാക്കിയ എഗ്രിമെന്റും ഇതുവരെ അവർ കാണിച്ചുകൊണ്ടിരുന്ന എന്ത് സാധനം ഈ ഉണ്ടല്ലോ ഞങ്ങള് എന്നെ തകർക്കാനായിട്ട് ആകെ ജാസ്മിൻ മാത്രം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവന്റെ ക്രിഞ്ച് ഡയലോഗുകളിൽ ഒന്ന് മാത്രമാണ് എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ തകർക്കാൻ ഒരേ ഒരാൾക്ക് പറ്റുള്ളൂ ജാസ്മിൻ. ബട്ട് ഇറ്റ്സ് എക്സാക്ട്ലി ഹിസ് സീക്രട്സ് ആർ വിത്ത്. രണ്ടുപേരെയും സീൻ അതാണ്. ജാസ്മിൻ അതെടുത്ത് അടിക്കാതിരിക്കാനായിട്ട് അവന് ഇത് പറഞ്ഞു. ജാസ്മിൻ എന്നിട്ട് പോയിട്ട് റസ്മിന്റെ അടുത്ത് കഴിഞ്ഞ എപ്പിസോഡ് മൊത്തം പറയുന്നുണ്ടല്ലോ ഞാൻ അവനെ തകർക്കാൻ അത് പറയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനല്ലേ തകർന്നു പോയത്. അവനത് കൃത്യമായിട്ട് അറിയാം. ഇനി എനിക്കത് ഇറക്കാൻ പറ്റത്തില്ല എന്ന്. നിങ്ങൾക്ക് ജസ്റ്റ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ഇറ്റ്സ് വെരി ക്ലിയർ. ഒന്നും പറയാനില്ല. ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന് കളി ഇപ്പൊ രണ്ടുപേരും തിരിഞ്ഞു. കാരണം ഗബ്രി എന്തായാലും ഇനി ലവ് ട്രാക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഗബ്രിക്ക് മനസ്സിലായി അത് വിട്ട പാടെ തന്നെ അവനെ ബാക്കിയുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, വില വരാൻ തുടങ്ങി. അവന് മനസ്സിൽ ഗബ്രിക്ക് ഒരു ക്ലാരിറ്റി കിട്ടി, ഇതാണ് ഇറങ്ങാനുള്ള ഒരു ഗെയിം. പക്ഷെ ഗബ്രിക്ക് ഇറങ്ങാനായിട്ട് നല്ല പേടിയുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞ നല്ല ഞങ്ങളുടെ ഭാഷയെ പറയുന്നില്ല, ഒരു സാധനം വിറയ്ക്കണ പോലത്തെ പേടിയുണ്ടെന്നൊക്കെ പറയാം. അതേപോലെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഗബ്രി. അതിൻ്റെ ആണ് ഈ കിടന്ന് കാണിച്ച് മറ്റേ മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോക്കും അവൻ്റെ ബ്രേക്ക് ഡൗൺ ഇതൊക്കെ കണ്ട് മടുത്ത് വെറുത്ത് ചീഞ്ഞിരിക്കുകയാണ്. അതൊക്കെ എല്ലാ തവണയും ചെയ്ത് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ജാസ്മിൻ്റെ ഗെയിം ഒന്നും മാറിയിട്ടില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ജാസ്മിൻ തീർന്ന്. ഗബ്രിയും കൂടി ജാസ്മിനെ തഴഞ്ഞു കഴിഞ്ഞ് ഇനി ജാസ്മിൻ പിന്നെ തീർന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഈ ഗെയിമിൽ തീർന്ന്. അവൾ ഇനി ലവ് ട്രാക്കിന്റെ അല്ലെങ്കിൽ പുതിയ കളി കളിച്ചിട്ട് ഗബ്രിനെ പൂട്ടായിരിക്കും എന്തോ ആയിക്കോട്ടെ. ഇതുവരെ നടന്നതിൽ ജാസ്മിൻ പൊളിഞ്ഞതിൻ്റെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഗബ്രി ട്രാക്ക് മാറിയതാണ് നമ്മൾ കണ്ടത്. ഗബ്രിക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. ഗബ്രിക്ക് അത് മനസ്സിലായി എങ്ങനെയെങ്കിലും മാറണത്തെ തലേന്ന് ഒഴിവാക്കണം ഗബ്രിക്ക് മനസ്സിലായി. പക്ഷെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൾ മുട്ടം പണി തരുമോ, കാരണം ഇത് മൊത്തം അടായ്പായിരുന്നു പറഞ്ഞിട്ട് ശിഥിലാക്കിയിട്ട് പോരായിട്ട് വേണമെങ്കിൽ അവൾക്ക് പറ്റും എന്നുള്ള പേടിയും ഗബ്രിക്ക് ഉണ്ട്. ഇത് രണ്ടുപേർക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും പറ്റും. പക്ഷെ അതിൽ ഇത്രയും നല്ല ഇമ്പാക്റ്റ് കൊടുക്കാനുള്ള കഴിവ് ജാസ്മിൻ ഉണ്ടെന്നുള്ളത് ഗബ്രിക്ക് നല്ല ധാരണയുണ്ട്. അതാണ് ആ കാര്യം. പിന്നെ ആകെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പിസോഡിന്റെ കാര്യത്തിൽ ഒരു കാര്യം അത് ജസ്റ്റ് കോമഡി പോലെ തോന്നുന്നതാണ്. അതായത് ടേക്ക് ഇറ്റ് ഈസി പാട്ട് വന്ന സമയത്ത് ജാസ്മിനെ കാണിച്ചത് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ പ്രേക്ഷകരോട് പറയുന്ന ടേക്ക് ഇറ്റ് ഈസി ആണെന്നുള്ളത്. എനിക്ക് 100% ഉറപ്പാണ് ബിഗ് ബോസ് ജാസ്മിനോട് പറയുന്ന ടേക്ക് ഇറ്റ് ഈസി ആണത്. നമുക്ക് കണ്ടറിഞ്ഞൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിൻ പനി അടിച്ച് കിടന്നപ്പോൾ ബിഗ് ബോസ് ഒരാളെ അവിടെ പോയി നിൽക്കാൻ സമ്മതിച്ചില്ല. ജാസ്മിനെ പെട്ടെന്നുള്ളൊരു ഓക്കാനോ സാധനം നമ്മളുണ്ടല്ലോ, ഒരു ശബ്ദം ഒന്നും കണ്ടില്ലല്ലോ. ഇവള് ഫുൾ ഉടായിപ്പാണ്. അവള് കുറച്ചു നേരം എല്ലാവരും മാറിയപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ ക്യാമറയിൽ ഒന്നിനും ഉണ്ടാകത്തില്ല, എന്നെ കാണിക്കുന്നില്ല. ഉടനെ അവൾ ക്യാമറ അവളുടെ മേത്ത് ഇരിക്കാനായിട്ടുള്ള അവളുടെ ചുമയും ശർദ്ദലും ഉടനെ ഓടി വരുന്ന ആളുകൾ ടിഷോ. അപ്പം ബിഗ് ബോസ് മനസ്സിലായി അങ്ങനെ നീ പനിച്ച് കിടക്കുകയാണെങ്കിൽ കൂടുതൽ ഷോ വേണ്ട, ബാക്കി എല്ലാവരും പുറത്തിറക്കി. ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാവരും അവിടെ പുറത്തിറങ്ങാൻ പറഞ്ഞ് ഗബ്രീനെ അതിൽ ആട്ടി ഇറക്കി വിടുന്നതും പകരരുതെന്ന് പറയുന്നതും എല്ലാം വൃത്തിയായിട്ട് ജാസ്മിൻ എന്ന വ്യക്തിയിൽ നിന്ന് ബിഗ് ബോസ് ഊറ്റിയെടുക്കാൻ അത്ര ഊറ്റും. കണ്ടന്റ് ഇനിയും വരും. കാരണം അവൾ കൊള്ളാം, പക്ഷേ അവൾ തീർന്നു. അത്ര എനിക്ക് പറയാനുള്ളൂ.